അപ്പോൾ സ്നേഹമുള്ളവരെ, നമ്മളിപ്പം കോട്ടയം രൂപതക്കാരുടെ ഒരു ജ്ഞാനായ കല്യാണത്തിൻ്റെ തലേന്നുള്ള ചന്തം ചാർത്തൽ എന്നുള്ള ഒരു ചടങ്ങിന് മുന്നോടിയായി ഇവിടെ വന്നിരിക്കുകയാണ്. നമ്മുടെ തലശ്ശേരി അതിരൂപതക്കാർക്കൊന്നും ഏകദേശം ഇത്തരം ചടങ്ങുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അത് എല്ലാവർക്കും ഒന്ന് മനസ്സിലാവാനായിട്ടും അറിയാത്തവർക്കൊക്കെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുകയാണ്. അതുകൊണ്ട് എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ ബൈ. അപ്പോൾ ഈ കല്യാണത്തിൻ്റെ ഒരു ഷോർട്സ് നമ്മൾ ഒത്തുകല്യാണത്തിൻ്റെ ചടങ്ങ് നമ്മൾ ചെയ്തായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ ചന്തം ചാർത്തൽ എന്നുള്ളൊരു ചടങ്ങും കൂടെ ഉണ്ട്, അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ ഒരു ആഗ്രഹപ്രകാരം നമ്മൾ വന്ന് ഈ വീഡിയോ ഷൂട്ട് ചെയ്താ കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇവിടെ വന്ന് ഈ ചടങ്ങുകളിലൊക്കെ പങ്കെടുത്തപ്പോഴാണ് നമുക്ക് നല്ല ഒരു അനുഭവമായിട്ട് മനസ്സിലായത്. നല്ല എല്ലാ വിധത്തിലും എൻജോയ് ചെയ്യാനായിട്ട് കഴിയുന്ന ഒരു പ്രോഗ്രാമായിട്ട് നമുക്ക് തോന്നി, ഒരു ചടങ്ങായിട്ട് തോന്നി. ഓക്കെ. ിനേക്കാൾ വലിയ സ്നേഹം ഇല്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ്. ഇനി ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് വിളിക്കുകയില്ല, കാരണം യജമാനൻ ചെയ്യുന്നതെന്തെന്ന് ദാസൻ അറിയുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു, എന്തെന്നാൽ എൻ്റെ പിതാവിൽ നിന്ന് സത്യമാക്കി വേദി പായ വിളിച്ച് സജ്ജീകരിക്കാൻ വേണ്ടി ആൽഫിയ, എൽബിയ എന്നിവരെ വേദിയിലേക്ക് ക്ഷണിക്കുക. പൂർവ്വ പിതാക്കന്മാരെ അനുസ്മരിച്ചുകൊണ്ട് മർത്തവൻ നന്മയാൽ എന്ന പ്രാർത്ഥനാഗാനത്തോടുകൂടി ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. പ്രാർത്ഥനാഗാനത്തിനായി നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കുന്നു. നന്നായി വരേണമേ ഇന്ന്
കാരണമായവരെല്ലാരും കൂടിയിട്ട് തുളയും മുഖവും മണിമാറും യുഗ പരിശുദ്ധ ും പരമേറ്റി വച്ചാറെ മനസ്സു തെളിയുന്നു. ചെമ്പകപ്പൂവിൻ നീളം ചൊല്ലാം ചെക്കന് ചുമ്മേയരുൾ പെട്ട ചെക്കൻ ചെക്കനെ കണ്ടവരെല്ലാം ചൊല്ലും ഉലകിൽ ഇവനൊത്തോരില്ല. സ്നേഹമുള്ളവരെ ഉടൻ തന്നെ മേലുള്ള മാളാറോട് ചോദിക്കുന്നു, ചെറുക്കനെ ചന്തം ചാർത്തട്ടെ. കെട്ടില്ല കേട്ടില്ല കെട്ടില്ല ചോദിച്ചത് കെട്ടില്ല. 17 പലിശയ്ക്ക് മേലുള്ള മാളാറോട് ചോദിക്കുന്നു, ചെറുക്കനെ ചന്തം ചാർത്തട്ടെ. കെട്ടില്ല കേട്ടില്ല കെട്ടില്ല ചോദിച്ചത് കെട്ടില്ല. 17 പലിശയ്ക്ക് മേലുള്ള മാളാറോട് ചോദിക്കുന്നു, ചെറുക്കനെ ചന്തം ചാർത്തട്ടെ. മാനവിശു പദവിയാലെ മണപ്പോല പുതുമ കാണാൻ ദൂരാന ബന്ധുക്കളും ഭംഗിയോടെ അപ്പനോട് അമ്മവന്മാരയലാരും ബന്ധുക്കളും തേരാന ജനത്തെയൊട്ട് വേഗമോ നേരം പാലികൾക്കും ബാലകത്തും കോവിടത്തും പാവാടയും ചന്തം ചത്തി നീരുമാടി
പൊന്നും കിടാരത്തിൽ നീർ കോരി അവൻ കുളിച്ചു. പൊന്നും കിടാരത്തിൽ നീർ കോരി അവൻ ുമുണ്ട് പട്ടുരുമ വേണമെന്ന് മണവാട്ടി ചന്ദനം വേണമെന്ന് മണവാളൻ പട്ടുമുണ്ട് പട്ടുരു അവർ പോകും വഴിയെല്ലാം അവനിരിക്കും മാളികമേൽ കുങ്കുമ പനിനീര്. പൊന്നും പവിഴം കുട്ടും പച്ചും രാജ്യം കൊണ്ടാറ് വന്നു കൊടുത്തു തീർന്നു കണ്ടാറ്. രണ്ടു മഴു എറിഞ്ഞപ്പോൾ ആ മരം ഞടുങ്ങി. മൂന്നു മഴു എറിഞ്ഞപ്പോൾ ആ മരം ചിരിഞ്ഞു. നാലു മഴു എറിഞ്ഞപ്പോൾ ഒരു ഡാൻസ് പ്രോഗ്രാമാണ് ഇപ്പോൾ ഈ വേദിയിൽ വെച്ച് നടത്തപ്പെടുന്നത്. അതിനായി അവരെ ക്ഷണിക്കും. പിച്ചപ്പാട് കൊടുക്കുന്നതിന്റെ തയ്യാറാകാനുള്ള മധുരമായ വേദിയിലേക്ക് വരുന്നത്.
കേട്ടില്ല കേട്ടില്ല കേട്ടില്ലാമേ അപ്പാപ്പൻ ചോദിച്ചത് കേട്ടില്ലാമേ. വെളുപ്പിന് സജീവരെയും മോൺസിയുടെയും ആൽബിന് മധുരം കൊടുക്കട്ടെ. കേട്ടല്ലോ 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 നീ അപ്പാപ്പൻ ചോദിച്ചത് കേട്ടല്ലോ നീ. ആലാകനായൻ തുണയാലെ ചൊല്ലുന്നു അൻപോടു നല്ല വിശേഷ വിളിച്ച പലതും വിദിനം നദാകിലും വിളിച്ച ഒരുക്കേണ കൂടിയ യോഗരും ഉമാനയുള്ള മകനെ കണ്ണമ്മായി ഉമ്മ പൊന്നടി വീടും തമ്പുകരേറിൽ മംഗല്യവേല കാണാം. പിന്നണി മുന്നിലകമ്പടി നായ ചിന്തിളയാട്ടവും പാട്ടും അണിന്തോനെ പാട്ടവും വീശിമേയേ. പിന്നണി മുന്നിലകമ്പടി നായ ചിന്തിളയാട്ടവും പാട്ടും ചിത്രം നീരത്തിലെ മുന്തിരിങ്ങമാണേക്കം പക നീരത്തിലെ പച്ചവരൂരിൽ പവിഴം നീരത്തിലെ. ശ്രീവായിലെ ഇടയോ മണിയിടയോ നീരത്തിലെ ചിത്തിരിക്കകലും മോഹപ്പെടുക്കാൻ നീരത്തുള്ളൂ ഇവൾ മേരി നീട്ടി കുളിച്ചെടുത്തമത്തിനോളിവാ കൊഞ്ചൽ കളി കണ്ണിമാർ കനകാമണിമാർകളും നല്ല പങ്കുതര പട്ടുതര മന്ദിരിച്ച കുങ്കുമത്തി ചെറിയൊരു മേനിമേൽ ചെറിയോ നിൽപ്പവരെ കുങ്കുമത്തി മണവാട്ടി ചെറിയൊരു മേനിമേൽ ചെറിയോ നിൽപ്പവരെ വരവു കാൺമ ചെറിയൊരു മേനിമേൽ ചെറിയൊരു മേനിമേൽ ചെറിയോ നിൽപ്പവളെ. അടുത്തത് നമ്മുടെ പ്രിയപ്പെട്ട മണവാളനെ DJ പ്രോഗ്രാമും നമുക്ക് വേണ്ടി അവതരിപ്പിക്കുന്നതാണ്. അതിനായി അതിന്റെ പ്രിയപ്പെട്ട പ്രവർത്തകർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. മണവാളിനെ സ്നേഹ സമ്മാനങ്ങൾ നൽകിയാതിരിക്കാനുള്ളവരെയും വേദിയിലേക്ക് ക്ഷണിക്കും. മാമലയൂടും പടവെട്ടി മണ്ണിൽ കനകം വിളയിച്ച് കുടിയേറ്റത്. മാമലയൂടും പടവെട്ടി മണ്ണിൽ കനകം വിളയിച്ച് കുടിയേറ്റത് മക്കളുടെ കണ്ടില്ല. ജീവൻ കൊഴുവൻ വീടം കുതിച്ച് ഇന്ന് കാലിൽ കൊണ്ടും